എൻ്റെ പേര് മെറ്റി. ഞാൻ കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഗവൺമെൻറ് +2 ടീച്ചറാണ്. 2019 മെയ് മാസം 2-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത്. അതിന് കാരണം 2019 ജനുവരി 26-നാണ് എൻ്റെ അമ്മ മരിച്ചത്. ജനിച്ചപ്പോൾ മുതലേ അമ്മ പരിശുദ്ധ കുർബാനയിലും ജപമാലയിലും മാത്രം വിശ്വസിച്ച് എല്ലാ കാര്യവും നേടിയെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് 80-ാമത്തെ വയസ്സിലാണ് അമ്മ മരിച്ചതെങ്കിലും പെട്ടെന്നൊരു ഭയവും വല്ലാത്തൊരു വിഷമവും, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് മരണശേഷം ഉണ്ടായത്. എല്ലാ ദിവസവും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിലാണ് വരുന്നത്. അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു. +1 പഠിക്കുന്ന കുട്ടിയായിരുന്നു. അതോടുകൂടി ഞങ്ങളുടെ കുടുംബം മുഴുവനായിട്ടും തകർന്നു എന്ന് തന്നെ പറയാം. ജീവിക്കാൻ ഒരു വിധത്തിലും സാധിക്കാത്ത അവസ്ഥയിലാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. ഒരു ചേച്ചി പള്ളിയിൽ വെച്ച് പത്രം തന്നു. അത് വായിച്ച് ഇവിടുത്തെ അത്ഭുതങ്ങളൊക്കെ മനസ്സിലായെങ്കിലും എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നൊന്നും അതിൽ നിന്ന് മനസ്സിലായില്ല. എങ്കിലും ഞങ്ങൾ വെളുപ്പിന് തന്നെ ഇവിടെ എത്തി. ഏറ്റവും അടുത്ത ദിവസം വെളുപ്പിന് തന്നെ ഇവിടെ എത്തി. ഇവിടെ വന്ന് ഞങ്ങളവിടെ നിന്നപ്പോൾ റാലിയിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സിസ്റ്റർ എൻ്റെ കയ്യിൽ തിരുസ്വരൂപം വെച്ച് തന്നിട്ട് പറഞ്ഞു, ഇന്നിത് ആദ്യത്തേതാണ്, എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഒരു പ്രാർത്ഥന പോലും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. ഞാൻ യേശുവെ നന്ദി, യേശുവെ സ്തുതി എന്ന് മാത്രമാണ് ഇവിടം വരെ ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും എനിക്ക് ഓർമ്മ പ്രാർത്ഥിക്കാനൊന്നും ഓർമ്മ വന്നില്ല. പക്ഷേ അതിനുശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിനുമുണ്ടായ ആ ഭയം അന്ന് തന്നെ മാറി. ചേച്ചിയുടെ മകൻ മരിച്ചതുകൊണ്ട് ചേച്ചിക്കും ചേട്ടനും വല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അതായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് മകന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം അന്ന് തന്നെ ഞങ്ങൾക്കുണ്ടായി. പിന്നെ എനിക്ക് ആ ഭയം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ആ വിഷമവും അമ്മയ്ക്കും മോനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ്. എൻ്റെ മകൾ MSc ഫിസിക്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. Aയും A+ അല്ലാതെ അവൾക്കൊരു ഗ്രേഡ് ഇതുവരെ കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ MScക്ക് പഠിച്ചപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പറിന് അവൾ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ അന്ന് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ടാബുലേഷൻ പ്രോബ്ലം ആണെന്നും ഉടനെ തന്നെ അത് ശരിയാവുമെന്നും പറഞ്ഞു. റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു. പക്ഷേ 2 ദിവസമല്ല, 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല. പക്ഷേ അതിനോടൊപ്പം 3rd സെം 4th സെമ്മൊക്കെ കഴിഞ്ഞു. അവളുടെ MSc ഫൈനൽ സെമ്മും കഴിഞ്ഞ് റിസൾട്ടും വന്നു. അപ്പോൾ MSc സർട്ടിഫിക്കറ്റിൽ ഫെയിൽഡ് എന്നാണ് വന്നത്. കാരണം ഈ സെമ്മിൻ്റെ ഈ പേപ്പറിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല. അതിനിടയിൽ ഞങ്ങളുടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നിരുന്നു. മോളുടെ പഠനകാര്യമൊക്കെ പറഞ്ഞു, എങ്ങനെ പഠിക്കണം. അവൾ നെറ്റ് കോച്ചിങ്ങിന് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഓൺലൈൻ കോച്ചിങ്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണിത് പഠിക്കേണ്ടത്, 5 മണിക്ക് എഴുന്നേൽക്കണം, എല്ലാ രീതിയും പറഞ്ഞു തന്നു. പക്ഷേ അച്ഛനോടും ഞങ്ങൾ അന്ന് റീവാലുവേഷൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൾ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് 4:30ക്കാണ് അവൾ എഴുന്നേറ്റ്. എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾ നീങ്ങി. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഈ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല. എല്ലാ ദിവസവും 5:30ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ മാതാവിൻ്റെ രൂപം പിടിച്ച് ഞാൻ പറയും മാതാവിനോട്, മാതാവ് അറിഞ്ഞാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോൾക്കും വലിയ ടെൻഷനായിരുന്നു. പക്ഷേ അതിനോടകം ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD അഡ്മിഷൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. മോൾ എന്നോട് ചോദിച്ചു അപ്ലൈ ചെയ്യാം. പക്ഷേ MSc റിസൾട്ട് ഫെയിൽഡാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഇവളുടെ നിരാശ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തു. അതിനുശേഷം അവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ 1st, 3rd, 4th സെമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു സെക്കൻഡ് സെമ്മ് ആവശ്യപ്പെട്ടു. പിന്നെ ഞങ്ങൾ സോറി പറഞ്ഞിട്ട് സെക്കൻഡ് സെമ്മിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അവർക്ക് അയച്ചു. അപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇനി വിളിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു PSc കോച്ചിങ് എവിടെയെങ്കിലും ചേർന്നാൽ മതി. ഇനിയിപ്പോൾ അവൾക്ക് PhD എടുക്കാൻ വലിയ ആഗ്രഹമാണ്, പക്ഷേ എന്തായാലും സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് PSc കോച്ചിങ്ങിന് ചേർക്കാൻ ഞാൻ തീരുമാനിച്ച ദിവസം അവൾ കൃപാസനത്തിലെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷീകരണ നൊവേന 1-ാം ദിവസം പ്രാർത്ഥിച്ചു. 2-ാം ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ച ദിവസം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് അവൾക്ക്
മെയിൽ വന്നു. അപ്പോൾ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് അവർ മെയിൽ അയച്ചത്. എങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഓൺലൈനായിരുന്നു. ഒരു റഷ്യൻ പ്രൊഫസറാണ് അത് ഇൻ്റർവ്യൂ നടത്തിയത്. അത് അവർക്ക് വല്ല ഇഷ്ടപ്പെട്ടു. അവർ സെക്കൻഡ് ഇൻ്റർവ്യൂവിനും അവളെ ക്ഷണിച്ചു. അങ്ങനെ സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം, അതായത് പല ഇംഗ്ലണ്ട് USA ഉള്ള പല സയൻറ്റിസ്റ്റുകളും 4 പേരിരുന്നാണ് ഇൻ്റർവ്യൂ നടത്തിയത്. അവളുടെ ഭാഷ പോലും മനസ്സിലാക്കാൻ പറ്റും. അവൾ ഹെഡ്ഫോൺ വെച്ചു. മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. അവൾ എന്നോട് അവർ പറഞ്ഞത് ഏറ്റവും വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുകയും ഫിസിക്സ് അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ്. അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അവർ പറഞ്ഞത് 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷനായെന്ന്. അപ്പോഴാണ് ഞങ്ങൾ തീർത്തും ഞങ്ങൾക്ക് വിഷമമായത്. കാരണം അപ്പോഴും ഇവൾ MSc ഫെയിൽഡ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഫെയിൽഡ് സർട്ടിഫിക്കറ്റിലാണ് ഈ PhD അഡ്മിഷൻ. ഓസ്ട്രിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പാണ്. 1 രൂപ പോലും ചിലവില്ല. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനാണ് ഈ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് തന്നെ രാത്രി ഞാൻ അവിടെ നിന്ന് ട്രെയിന് എറണാകുളം വന്നു. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾ 4 പേരും, ഹസ്ബൻഡും മോളും ഉണ്ട്, 4 പേരും യഥാർത്ഥത്തിൽ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്നത്. അവിടെ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ആ വിശുദ്ധമായ ഉപ്പ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പില്ലറിൻ്റെ അരികിലിട്ടു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പില്ലറിൻ്റെ അരികിലിട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോളുടെ റീവാലുവേഷൻ റിസൾട്ട് ജയിച്ചു എന്ന റിസൾട്ട് തന്നെ എനിക്ക് കിട്ടണം. ഇത്രയും നാൾ അവർ ബുദ്ധിമുട്ടി പഠിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി അകത്തേക്ക് പോയത്. വിശ്വസിക്കാൻ പറ്റാത്ത വിധം അന്ന് തന്നെ അവളുടെ റിസൾട്ട്, ഞാൻ എക്സാമിനേഷൻ കണ്ടവളുടെ റൂമിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത്. അന്ന് തന്നെ 30 മാർക്ക് അധികം കിട്ടുന്നതിലും ആദ്യം വന്ന റിസൾട്ടിനേക്കാളും 30 മാർക്കിന് അധികം കിട്ടി എൻ്റെ മോള് ആ പേപ്പർ വിജയിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ട്. പിന്നെ മാർക്ക് ലിസ്റ്റ്, കൺസോൾട്ടേഷൻ, ഒറിജിനൽ മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടണം. 3 ദിവസമാണ് ഞാനും എൻ്റെ മോളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി വരാന്തയിലിരുന്നത്. ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ, 5 രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ, ഞാൻ ടീച്ചറാണെന്ന് പോലും അവർക്കറിയില്ല, ഒന്നുമില്ലാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും 3 ദിവസത്തിനുള്ളിൽ എല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നീട് ഈ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് പാസ്പോർട്ട് പോലും എൻ്റെ മോൾക്കില്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് പാസ്പോർട്ട് പോലും നേരത്തെ എടുത്തു വയ്ക്കാതിരുന്നത്. പാസ്പോർട്ടില്ല. എല്ലാ കാര്യങ്ങളും 15 ദിവസത്തിനുള്ളിൽ എല്ലാം കിട്ടി. വിസയും റെഡിയായി. മോൾ ഏപ്രിൽ 2 ഓസ്ട്രിയയിൽ ഇപ്പോൾ വിയന്ന യൂണിവേഴ്സിറ്റി ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 6 മാസത്തെ വിസയ്ക്കാണ് പോകുന്നത്. പിന്നെ 2 വർഷത്തേക്ക്, അതും അവൾക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി. അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് മോൾക്ക് വേണ്ടി ചെയ്തത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വേറൊരു അനുഗ്രഹമുണ്ടായത്, എനിക്ക് കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വേക്കൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഒരു പഴയ ടീച്ചറെ, ലിൻഡ ടീച്ചറെ ഞാൻ വിളിച്ചു. അപ്പോൾ ലിൻഡ ടീച്ചറെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും കോൾ എടുത്തില്ല. അപ്പോൾ ലിൻഡ ടീച്ചർ ഒരു നേരിയ സ്വരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചു, മേരി ടീച്ചറെ എനിക്ക് ബോൺ ക്യാൻസറാണ്, എല്ലാവരും ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ കിടക്കുകയാണ്, പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കുറേ വർഷങ്ങളായി ടീച്ചറെ വിളിച്ചിട്ട്, എന്നാലും എനിക്ക് പെട്ടെന്ന് അങ്ങ് ഭയങ്കര ടെൻഷനായിപ്പോയി. ടീച്ചർ ഒരാഴ്ചക്കകം മരിക്കുമെന്നൊരവസ്ഥയിലാണ്. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ പ്രാർത്ഥിക്കാനുള്ള ടൈമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഇരുന്നിടത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ആര് പ്രാർത്ഥിച്ചാലാണ് ടീച്ചറെ ഒരാഴ്ചക്കുള്ളിൽ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഓർമ്മ അത് ജോസഫ് അച്ഛൻ്റെ മുഖമാണ്. ഞാൻ പറഞ്ഞു, കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ വിചാരിച്ച ടീച്ചർ രക്ഷപ്പെടും. അങ്ങനെ ആലപ്പുഴയിലുള്ള ഡെയ്സി ടീച്ചറോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ജോസഫ് അച്ഛനെ എങ്ങനെയാണെങ്കിലും നമുക്ക് കണ്ടേ മതിയാവൂ. പക്ഷേ കോവിഡ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്, ഒരു വിധത്തിലും ജോസഫ് അച്ഛനെ കാണാൻ നിവർത്തിയില്ല. പക്ഷേ ഞങ്ങളുടെ ശല്യം സഹിക്ക വയ്യാഞ്ഞിട്ട് ഗൂഗിൾ മീറ്റിൽ വരാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ലിൻഡ ടീച്ചറും ഞാനും ആ ഗൂഗിൾ മീറ്റിൽ കയറി. ലിൻഡ ടീച്ചറിനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സൗണ്ട് ഒന്നുമില്ല, വളരെ തീർത്തും അവശയാണ്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞു, ലിൻഡ നീ സുഖപ്പെടും, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ലിൻഡ ടീച്ചർ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ടീച്ചർ അച്ഛൻ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ സുഖപ്പെട്ടു. ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ എന്നെ
ഞാൻ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ടു ലിൻഡ ടീച്ചർ സുഖപ്പെടുമെന്ന്. അപ്പോൾ എന്നെ ടീച്ചേഴ്സ് കളിയാക്കി, അത്രയ്ക്ക് അങ്ങ് ആത്മവിശ്വാസം വേണ്ട, ഇത് ബോൺ ക്യാൻസറാണ് എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻസ് അല്ലാത്ത ടീച്ചേഴ്സാണ്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് അടുത്ത സ്കാൻ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഇത് ഉറപ്പായിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞു. സ്കാൻ വന്നപ്പോൾ ടീച്ചറിന് ഒരു പ്രശ്നവും ഇല്ല. സ്കാനിങ് റിപ്പോർട്ട് 2-3 സ്കാനിങ് കഴിഞ്ഞു. ഇപ്പോൾ ടീച്ചർ സ്വയം ഡ്രൈവ് ചെയ്താണ് സ്കൂളിൽ പോകുന്നത്. പരിപൂർണമായിട്ടും ടീച്ചർ സുഖപ്പെട്ടു. മറ്റൊരു കാര്യം, ഞാൻ കണ്ണൂർ പോകുന്നതിന് മുമ്പ് അച്ഛനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പ്രൊമോഷനായിട്ടാണ് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ ജനറൽ ട്രാൻസ്ഫർ വന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് പോരേണ്ടി വരും. ജനറൽ ട്രാൻസ്ഫർ വന്ന് എനിക്ക് പകരം അവിടെ ആരെങ്കിലും വന്നാൽ. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിവിടെ വന്നു. പക്ഷേ മക്കളുടെ കാര്യം പറയുന്നതിനിടയ്ക്ക് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി വീണ്ടും. അപ്പോൾ അച്ഛൻ പറഞ്ഞു മനസ്സിലെന്തോ ഉണ്ടല്ലോ, എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം അടുത്ത ആഴ്ച ജനറൽ ട്രാൻസ്ഫർ വരും, ഞാൻ തിരിച്ച് വീണ്ടും കട്ടിലും മലമാരമൊക്കെ ആയിട്ട് തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത് കണ്ണൂർക്ക് പോകണം തന്നെയാണ്, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ 4 മാസമാകുമ്പോൾ ജനറൽ ട്രാൻസ്ഫർ വരും, അതുകൂടി അച്ഛൻ പറഞ്ഞു. 4 മാസം കഴിയാതെ അത് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ ജനറൽ ട്രാൻസ്ഫർ കറക്റ്റ് 4ാമത്തെ മാസം തന്നെയാണ് വന്നത്. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ടീച്ചർ, സിൽഡ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യാൻ വന്നു. ടീച്ചറിൻ്റെ ബ്രദറാണ് ടീച്ചറിനെ ആക്കാൻ വന്നത്. ടീച്ചർ ജോയിൻ ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം ടീച്ചറിൻ്റെ ബ്രദറിന് കോളൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് തിരുവനന്തപുരത്ത് അഡ്മിറ്റാക്കി. അവർ യാക്കോബിറ്റ്സ് ആണ്, അവർക്ക് മാതാവിനെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ഒന്നും അറിയില്ല. ആ കുട്ടിയുടെ അച്ഛൻ പുരോഹിതനാണ്, യാക്കോബിറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട്, കൃപാസനം എന്നൊരു സ്ഥലമുണ്ട്, ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവർ ഉടമ്പടി എന്താണെന്ന് പോലും ചോദിച്ചില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ എടുക്കാമെന്നാണ് അവർ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന്. ആ കുട്ടിക്ക് സംസാരശേഷിയും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും അത് റിക്കവർ ചെയ്തു വരുന്നു. ഒരു ചെറിയൊരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ, കീമോ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ഇപ്പോൾ വെല്ലൂരുണ്ട്. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ കുടുംബത്തിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നല്ല, പക്ഷേ വളരെ ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവം. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ ദൈവമാതാവിനെ യേശു മിശിഹായ്ക്കും ഒത്തിരി നന്ദി. ശോഭ, ഞാൻ കോട്ടയത്ത് കുമാരനെല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. 2018 എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ ചെറിയൊരു മുഴ, എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ്. അപ്പോൾ അവധിക്ക് വന്നപ്പോഴാണ് തലയിൽ ചെറിയൊരു മുഴ കണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ചെറുതല്ലേ, അതിൻ്റെ പുറകെ പോയാൽ ഭയങ്കര മെനക്കേടാ, അപ്പോൾ ഒന്നും വേണ്ട, അത് വളരുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ നിർബന്ധിച്ചു നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഹസ്ബൻഡ് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ചെറിയ തടുപ്പ് ഞാൻ കണ്ടു, ഇവിടെ മുടിയില്ലാത്തതുകൊണ്ട് ചെറിയൊരു തടുപ്പ് മാത്രമേ കണ്ടുള്ളൂ. അപ്പം പെട്ടെന്ന് കൊറോണ സമയമായിട്ട് തിരിച്ച് കമ്പനിയിലോട്ട് തിരിച്ച് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തിരിച്ച് പോകേണ്ട വന്നു. അപ്പം അത് കഴിഞ്ഞ് 2022 എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തലയിലെ മുഴ വളരുന്നുണ്ട്, ഭയങ്കരമായിട്ട് തലവേദനയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്ക്, എന്നിട്ട് എന്തെങ്കിലും സർജറി ആണെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കമ്പനിയുടെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവിടെ ഒരു മലയാളി ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞരമ്പേലാണെന്ന് തോന്നുന്നു, ഭയങ്കര അകത്തോട്ട് വളർന്നിട്ടുണ്ടാകും. അപ്പോൾ അത് സർജറി ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യണം, തല ഓപ്പൺ ചെയ്യണം സർജറി ചെയ്യാനായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി സർജറി ചെയ്യുന്നതാണ് നല്ലത്, ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാനും പറ്റും. അപ്പോൾ അവിടെ പോയി അവധിയെടുത്ത് നാട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ 2022 മാർച്ചിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. പക്ഷേ ഇതിന് മുമ്പ് തന്നെ ഈ ഫോട്ടോ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ഫോട്ടോ ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് ആ തല മുഴയുടെ മുകളിൽ ഞാൻ തൈലം പുരട്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ തല എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്, മൂത്ത മട കല്യാണം കഴിഞ്ഞു, ഇളയ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വേറെ നിവൃത്തിയൊന്നുമില്ല. മാതാവേ എനിക്കറിയില്ല എന്ത് ചെയ്യണം, എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നു എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്ക്, അത് മാറും, ഒരു കുഴപ്പവും കാണത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, തൈലം പുരട്ടി ഞാൻ ദിവസം മൊബൈലിൽ ഞാൻ ഫോട്ടോ എടുത്താൽ ആ മുഴയിൽ വെച്ച് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്നു ഡോക്ടറെ കണ്ടു. നാട്ടിൽ മാർച്ച് 8 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു. 9 തന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അത് CT എടുക്കണം,
CT എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അത് സർജറി ചെയ്യണം, അതിനുള്ള നടപടി നമുക്ക് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഡോക്ടറിനെ പേഴ്സണലായിട്ട് അറിയായിരുന്നു. അപ്പോൾ അവിടെ പോയി അഡ്മിറ്റായി. അത് കഴിഞ്ഞ് സർജറി ചെയ്തു, ബയോപ്സിക്ക് എടുത്തു വന്നു. അപ്പോൾ ഭയങ്കര തലവേദനയായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവിടെ മെഡിസിനൊന്നും എടുത്തില്ല, കാരണം പെയിൻ കില്ലർ മാത്രമേ, അത്യാവശ്യം ആൻറ്റിബയോട്ടിക്കും വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, കാരണം തലവേദന അതുപോലെ തലവേദനയാണ്. ഇവിടെ വന്ന് ഈ സർജറി ചെയ്തു, ബയോപ്സിക്ക് കൊടുക്കുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് CT എടുക്കാൻ പോകുമ്പോഴും എല്ലാം ഞാൻ ഈ കാശ് രൂപം കൊടുത്തു വിട്ടു. എനിക്കറിയില്ല വിശ്വാസം. എൻ്റെ കൂട്ടുകാരിയാണ് എന്നെ പ്രാർത്ഥനയെല്ലാം പഠിപ്പിക്കുന്നത്, ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കുന്നു, എനിക്ക് ബൈബിൾ തന്നതും എങ്ങനെയാണെന്ന്. അപ്പോൾ എന്നോട് പറയും നീ ജപമാലയാണ്. അപ്പം എനിക്കറിയില്ല ജപമാല ചൊല്ലാനായിട്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ചൊല്ലിയാൽ മതി, പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, മാതാവ് കൂടെയുണ്ട്, പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് ബൈബിൾ വായിച്ച് കഴിയുമ്പോൾ എന്നോട് നീ ഒരു അധ്യായം തുറന്നു നോക്കണം. അപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാക്യം എന്താ വെച്ചാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. ഈ ഒരു വാക്യമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബൈബിൾ ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അകത്തോട്ട് അത് വളർന്നിട്ടില്ല, പുറമേ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് കൊഴുപ്പ് കെട്ടുന്ന എന്തോ ആണ്. അതിൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ സിസ്റ്ററിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. എൻ്റെ ഹസ്ബൻഡ് 3 മാസം റെസ്റ്റ് എടുത്തു, തിരിച്ചിപ്പോൾ ഖത്തറിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, മാതാവ് അനുഗ്രഹിച്ചു. ദൈവമേ സ്തോത്രം, ദൈവമെന്ന്. അതുപോലെ എൻ്റെ മൂത്ത മകൾ ഇവിടെ ഒരു കോൺട്രാക്ട് ബേസ് ജോലി ചെയ്യുമായിരുന്നു ബാങ്കിൽ. അവളുടെ വർക്കിംഗ് തീർന്നു. അത് കഴിഞ്ഞ് ജോലിയില്ലാതിരുന്ന ഹസ്ബൻഡും വൈഫും കൂടെ ഒരാൾ പറഞ്ഞു വിസിറ്റിംഗ് എടുത്തുകൊണ്ട് വരൂ, നമുക്ക് ബഹ്റൈനിൽ ജോലി മേടിച്ച് തരാം. അപ്പോൾ ഇവിടുന്ന് പൈസയെല്ലാം കുറേ സ്വർണ്ണം എല്ലാം കൊടുത്തു, പൈസ എല്ലാം എടുത്ത് വിസിറ്റിങ്ങിന് ഇവർ അവിടെ പോയി. കൊറോണ കഴിഞ്ഞ സമയമായിരുന്നു. അവിടെ ഒത്തിരി പേര് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്, ആർക്കും ജോലിയില്ല. 6 മാസമായിട്ട് ഇവരുടെ കയ്യിലിരുന്ന പൈസ കൊണ്ട് ഇവർ ഫ്ലാറ്റ് വാടകയും ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ പോയി, ഒരു ജോലിയും കിട്ടിയില്ല. എൻ്റെ മക്കളുടെ ചെറിയൊരു കമ്പനിയിൽ, ഒരു പാകിസ്ഥാൻകാരുടെ കമ്പനിയിൽ ചെറിയൊരു കടയിൽ ജോലി കിട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഇവർക്ക് ഭയങ്കര തലവേദന, കാരണം ഇവൾ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവുകയാണ്. ഇനി തിരിച്ച് നാട്ടിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു കുഞ്ഞുണ്ട്, എന്ത് ചെയ്യും അമ്മേ, ഞങ്ങൾ 2 പേരും ഇതെല്ലാം കളഞ്ഞിട്ട് വന്നതാണല്ലോ, ഇനി എനിക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് വിസ ഒന്നുകൂടെ പുതുക്കി, വിസിറ്റിങ് വീണ്ടും പുതുക്കി അവിടെ നിൽക്കും, ഇനി നിൽക്കാൻ പറ്റില്ല അമ്മേ, 6 മാസമായി, ഞങ്ങൾ തിരിച്ചു പോരും. ഞാൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് എന്തേലും ഒരു വഴി കാണിച്ചു തരണേ, തിരിച്ച് വന്ന് നാണം കെടുത്താൻ ഇടയാകരുത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ തല കുനിയാൻ ഇടയാകരുത്. അപ്പം എല്ലാവരും ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞു എന്തിനാണ് വിസിറ്റിംഗ് എടുത്ത് പോകുന്നത്, ജോലി കിട്ടില്ല, അവിടെ പോയ ബുദ്ധിമുട്ടത്തേ ഉള്ളൂ, തിരിച്ചു വരും. പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ അമ്മ, എൻ്റെ മകൻ അവിടെ ഒരു മിനിസ്ട്രി തന്നെ, അത് അവിടെ അങ്ങനെ കിട്ടില്ല മിനിസ്ട്രി ജോലിയിൽ. അപ്പോൾ എൻ്റെ ഒരു കസിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. അവൻ പറഞ്ഞു ചേച്ചി ഞാൻ അപേക്ഷ വെക്കാം, പക്ഷേ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അപേക്ഷ വെച്ചോ, ബാക്കി എൻ്റെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് വിഷയം വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. സാധാരണ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം എടുക്കും അവരുടെ പേപ്പർ വർക്ക് നീങ്ങാൻ തന്നെ. പക്ഷേ 1 മാസം കൊണ്ട് ആ പേപ്പർ വർക്ക് നീങ്ങുകയും അവന് മിനിസ്ട്രി നല്ലൊരു ജോലി കിട്ടി. അവിടെ ഇപ്പോൾ സുഖമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ മകളും അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് അവൾ ഇൻ്റർവ്യൂവിന് പോയി. അപ്പം ഞാൻ ഇവിടുന്ന് പോയ ഒരാളുടെ അമ്മയുടെ കൊന്തയും ഉപ്പും എല്ലാം കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു മോളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉപ്പെടുത്ത് വെച്ചിട്ട് മാതാവേ നീ എന്നെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നീ മാറ്റി തരണേന്ന് പറഞ്ഞ് ഉപ്പ് വെത്തറി നീ ഇൻ്റർവ്യൂവിന് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറി അവിടെ ജോലിയായി. ഇപ്പോൾ ഏകദേശം നല്ല ശമ്പളത്തിൽ അവൾ 3 മാസമായിട്ട് ജോലി ചെയ്യുന്നു. മെയിൽ അവൾ അവധിക്ക് വരുന്നുണ്ട്. അതുപോലെ എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ എൻ്റെ 2ാമത്തെ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവൾ ICSE സിലബസിലാണ് 6ാം ക്ലാസ് വരെ പഠിച്ചത്. ഞാൻ കേരളയിലൂടെ പെട്ടെന്ന് കൊണ്ട് മാറ്റിയതാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് ഒന്നും ഇവർക്ക് അറിയില്ല, പഠിക്കാനറിയില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അറിയാലോ, ഫോണെല്ലാം മിസ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളായിട്ട് നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഫോണിൽ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ ഒന്നും മാർക്കില്ല. ആകെപ്പാടെ ടെൻഷനായി. ഞാൻ ആ വിഷയം ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വെച്ചു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ ഏകദേശം ഫുൾ A+, കുറച്ച് ഒരു 1-2 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ A+ കിട്ടാതെ ഉള്ളൂ. ബാക്കി എല്ലാം നല്ല ഫുൾ മാർക്ക് കിട്ടി. ഇപ്പം നല്ലൊരു സ്കൂളിൽ +1 അഡ്മിഷൻ കിട്ടി. +1 എക്സാം നടക്കുകയാണ്. ഞാൻ അതും അമ്മയോട് വെച്ചിട്ടുണ്ട്, പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ 3 കാര്യങ്ങളും അമ്മ ഉടമ്പടിയിൽ വെച്ച് സാധിച്ചു തന്നു. പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം, എൻ്റെ അനിയത്തിക്ക് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം അവർക്ക് അദാലത്തും കേസും ഒക്കെ ആയിട്ട് ഭയങ്കര വിഷയമാണ്. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ചേച്ചി ഞാൻ ആത്മഹത്യ ചെയ്യും, 2 കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ വീട് ജപ്തി ചെയ്താൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവളോട് ഞെടി എന്ത് ചെയ്യും. അവൾ ഭയങ്കര കരച്ചിൽ, നീ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് വിഷയം വെച്ച് പ്രാർത്ഥിക്കാം, എന്തേലും മാതാവ് ഒരുക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബാങ്ക് നിർബന്ധമാണ് 15 ലക്ഷം രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ പലിശ അടയ്ക്കണം, 1 രൂപ പോലും കയ്യിലെടുക്കാനില്ല. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞങ്ങളിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് രൂപം വെച്ച് ജോലി സ്ഥലത്ത് തന്നെ ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവസാനം ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഇവിടെ പറഞ്ഞു
ചേച്ചി ആരാ നമുക്ക് 15 ലക്ഷം രൂപ തരുന്നത് ഈ ലോൺ, ആരെങ്കിലും തരുമോ ഇത്ര എമൗണ്ട്? ഞാൻ പറഞ്ഞു അമ്മയല്ലേ ഉള്ളത്, എന്തേലും വഴി കാണിക്കും, ആരെങ്കിലും നമുക്ക് കൊണ്ടേ തരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സാറ്, ആ സാറിൻ്റെ വൈഫ് കാനഡയ്ക്ക് പോകാനിരിക്കുക, ഒരു 3 മാസത്തെ കാലതാമസമുണ്ട്. അപ്പോൾ സാർ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ ആ പൈസ വേണമെങ്കിൽ മറിക്കാൻ തരാം നിങ്ങൾക്ക്, അതുകൊണ്ട് ലോൺ ക്ലോസ് ചെയ്തിട്ട് പുതുക്കി ലോൺ വേറെ എടുത്തിട്ട് എനിക്ക് പൈസ തന്നാൽ മതി, അങ്ങനെ ഒരു സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ പോയി പറഞ്ഞു, സാറേ ഞങ്ങളുടെ അവർ 12 ലക്ഷമാണ് ഞങ്ങൾക്ക് തരുന്നത്, 15 ഞങ്ങളെല്ലാം അടയ്ക്കാനില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് വ്യക്തമായ കാരണം വേണം. ലോണിന് പലിശ കുറയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു രോഗിയായിരിക്കണം, അല്ലെങ്കിൽ എടുത്ത ആളിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കണം, അല്ലാതെ നമുക്ക് ചുമ്മാ ഒന്ന് ബാങ്കിൽ ലോൺ അങ്ങനെ എമൗണ്ട് ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, എൻ്റെ അനിയത്തിട്ട് പറഞ്ഞു സാരമില്ല, ഇതും കുറയ്ക്കും, ധൈര്യമായിട്ടിരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ വീണ്ടും ഞങ്ങൾ 1-2 പേരെ കണ്ടതിന് ശേഷം ബാങ്കിൽ പോയി അവർ ആ 12 ലക്ഷം രൂപയ്ക്ക് തന്നെ ലോൺ ക്ലോസ് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ ഇന്നലെ ലോൺ ക്ലോസ് ചെയ്തു. ബാങ്കിൽ പോയപ്പോഴും ഉടമ്പടി കാശ് രൂപ ഞാൻ കൂടെ പോയി. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അവിടെ കൂടെ പറഞ്ഞു ഞാനും വരാമെന്ന്. ഞങ്ങൾ ഉടമ്പടി കാശ് രൂപമായിട്ട് ഞാനും പോയി. പിന്നെ അതിൻ്റെ ബാങ്കിലെ അവരുടെ അംഗങ്ങളെ കാണാൻ പോയപ്പോഴും ഞാൻ ഈ കാശ് രൂപമായിട്ട് പോയി പ്രാർത്ഥിച്ചാണ്. കാരണം അവിടെ ചെല്ലുമ്പോഴൊന്നും ആരെയും എനിക്കറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ എങ്കിലും ഈ മാതാവിൻ്റെ രൂപമായിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും അവരെല്ലാം ഭയങ്കര സ്നേഹത്തോടെയാണ് പറഞ്ഞത്, അയ്യോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. ആദ്യമൊക്കെ ഇവർ തന്നെ പോയപ്പോഴത്തേക്ക് അവരൊന്നിനും സമ്മതിക്കത്തില്ല, നിങ്ങളുടെ വീട് ജപ്തി പോകും, അല്ലെങ്കിൽ നിങ്ങൾ കാശ് അടയ്ക്കുക, നിങ്ങൾ എടുത്തതല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അടയ്ക്കാത്തത്, അതുകൊണ്ടല്ലേ എന്നൊക്കെ ഒരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. പക്ഷേ മാതാവിൻ്റെ കാശ് രൂപമായിട്ട് പോയി പ്രാർത്ഥിച്ചു. ഇന്നലെ അത് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മാതാവിന് 1000 നന്ദി പറയുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനമാണിത്. വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. ശോഭ എന്ന മകൾ ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയെ അറിഞ്ഞ് വന്ന ഒരു മകളല്ല, എന്നാൽ മറ്റുള്ളവർ പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതു മുതൽ പിന്നീട് ഈശോയെയും അമ്മയെയും ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി സ്നേഹിക്കുന്ന, അവരിൽ നിന്ന് കൃപകൾ, ഈശോയിൽ നിന്ന് കൃപകൾ നേടിയെടുക്കുവാനായിട്ട് തൻ്റെ മാക്സിമം അതിന് വേണ്ടി താൻ ചെയ്യാൻ പറ്റുന്ന ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് പോകുന്ന ഒരു മകളാണ്. അപ്പോൾ ഈ മകളുടെ ഹസ്ബൻഡിൻ്റെ തലയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ മുഴ, അത് 3-4 വർഷമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുക. എന്നാൽ വിദേശത്തായിരുന്നു, അപ്പോഴതിന് അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ആദ്യമേ അതിന് അധികം പ്രോബ്ലം ഇല്ലായിരുന്നു. പിന്നീട് ഹസ്ബൻഡ് പറയാൻ തുടങ്ങി നല്ല തലവേദനയാണ് എന്നൊക്കെ. അങ്ങനെ അവിടെ നിന്ന് പെയിൻ കില്ലറാണ് പിന്നെ കൊടുക്കുക. അങ്ങനെ പെയിൻ കില്ലർ മാത്രമേ ഉള്ളൂ, തലവേദനയ്ക്കുള്ള എന്തെങ്കിലും മെഡിസിനും പെയിൻ കില്ലറും. പിന്നീട് ഇവിടെ വരുമ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ്, അത് നെർവ്സിലാണ് അതുള്ളത്, അതായത് ഞരമ്പുമായിട്ട് ടച്ച് ചെയ്താണ് ആ മുഴയുള്ളത്. അപ്പോൾ അതിനൊരു ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് മുഴ താഴേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഉള്ളിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓരോരോ കാരണങ്ങളാണ് പറയുക. ഈ മകള് ഹസ്ബൻഡിനോട് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഫോട്ടോ അയച്ചു തരാൻ പറയുന്നു ആ മുഴയുടെ. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ ഫോട്ടോയിൽ ഉടമ്പടി തൈലം തേച്ച് ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്ന് ഡോക്ടേഴ്സിനെ കാണുന്നു. എന്നാൽ സർജറി വേണമെന്ന് പറഞ്ഞത് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എടുക്കുന്നു. ബയോപ്സിക്ക് വിടുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകരുതേ എന്നാണ്. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ റിസൾട്ടിൽ ഒരു കുഴപ്പവുമില്ല, അത് ഫാറ്റ് അടിഞ്ഞത് കൊണ്ട് ഉണ്ടായ ഒരു മുഴയാണ് എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് ആ റിസൾട്ടിൽ കൂടെ ഇവർക്ക് ഡോക്ടറിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അമ്മ കൊടുത്ത ഒരു സൗഖ്യമായിട്ടാണ് ഈ മകൾ അതിവിടെ പറയുക. പിന്നീട് മകൾക്കും മകനും ജോലിയില്ല, 6 മാസത്തോളമായി വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ നിൽക്കുന്നു. ഉണ്ടായിരുന്ന പൈസയെല്ലാം, അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ചിലവാകുന്നു. പിന്നീട് അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കടമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയെ
കൂട്ടുപിടിച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അവിടെ അങ്ങനെ ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ മിനിസ്ട്രിയിൽ തന്നെ ആ ഹസ്ബൻഡിന്, അതായത് മകളുടെ ഭർത്താവിന് അവിടെ ഒരു ജോലി 1 മാസത്തിനുള്ളിൽ ശരിയായി കിട്ടുകയാണ്. അതുപോലെ വീണ്ടും മകൾക്കും അവിടെ തന്നെ ജോലി ശരിയാകുന്നു. ഇളയ കുട്ടിയുടെ പഠന വൈകല്യം, പഠിക്കുന്ന മോളാണ്, എന്നാൽ കൊറോണയുടെ കാലത്തുണ്ടായ പഠന വൈകല്യത്തെ തുടർന്നൊക്കെ ആ മകൾക്ക് എങ്ങനെ 10th ക്ലാസ്സിൽ പാസ്സാകുമെന്നുള്ള അവസ്ഥയിൽ ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ 2 സബ്ജക്റ്റിന് മാത്രമാണ് A+ ഇല്ലാത്തത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ 8 സബ്ജക്റ്റിന് A+ കിട്ടി, നല്ല മാർക്കോടെ പാസ്സാകുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ അഡ്മിഷനും കിട്ടുന്നു. പിന്നീട് അനുജത്തിയുടെ വീടിൻ്റെ ജപ്തി, അതായത് അത് 15 ലക്ഷം രൂപയാണ് ബാങ്കിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇവർക്ക് യാതൊരു മാർഗവുമില്ല അനുജത്തിക്ക്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ അനിയത്തി പ്ലാൻ ചെയ്യുന്നു എന്നാണ് ചേച്ചിയോട് വിളിച്ചു പറയുക. അപ്പോൾ ഈ മകൾക്ക് ഒരേ ഒരു ശരണമേ ഉള്ളൂ, ഒരേ ഒരു വിശ്വാസമേ ഉള്ളൂ, പരിശുദ്ധ അമ്മ ഇതിൽ പ്രവർത്തിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരു 15 ലക്ഷം രൂപ, അത് പിന്നീട് ഒരു വ്യക്തി ഇവർക്കൊരു ഹെൽപ്പായിട്ട് വരുന്നു. അവിടെയൊക്കെയാണ് ഒരിക്കലും തുറക്കാത്ത വാതിലുകൾ തുറക്കുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് കേൾക്കുവാൻ കഴിയുക. അങ്ങനെ 12 ലക്ഷം ആ മകൻ തന്നെ, ആ വ്യക്തി തന്നെ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. കുറച്ച് 2 മാസത്തെ കാലയളവാണ് പറയുക. അതിനുള്ളിൽ നിങ്ങൾ എനിക്ക് തന്നാൽ മതിയെന്ന്. അങ്ങനെ ഒരു പുതിയ വഴിയാണ് അവിടെ തുറക്കുക. പിന്നീട് ബാങ്ക് തന്നെ 3 ലക്ഷം ഇളവ് ചെയ്തു കൊടുക്കുന്നു എന്നാണ് നാം കേട്ടത്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ബാങ്കുകാർ ഇവരോട് ഒരു നല്ല രീതിയിലല്ല സമീപിച്ചിരുന്നതെങ്കിൽ ഉടമ്പടി കാശ് രൂപവും പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ബാങ്കുകാർ തന്നെ വളരെ നല്ല രീതിയിൽ ഇവരോട് ഇടപെടുന്നു. അതുപോലെ തന്നെ ഇവർക്ക് 3 ലക്ഷം രൂപ ഇളവ് ചെയ്തു കൊടുക്കുന്നു എന്നാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം, കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.